സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവരുടെയും കുഴപ്പമില്ല. ഓരോ പുതിയ ന്യൂസുകൾ വരുമ്പോഴും പഴയ ന്യൂസുകൾ പ്രസക്തമാണെങ്കിലും അവരങ്ങ് വിട്ടുപോകും. ഇപ്പം അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെ പറ്റിയൊക്കെയുള്ള വിഷയം ഒക്കെ ഒന്നും ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ പറയുന്നത് കേൾക്കുന്നില്ല. അതിനെക്കാട്ടിൽ ഇപ്പം പ്രസക്തമായിട്ട് നിൽക്കുന്നത് PM ശ്രീ പദ്ധതിയും CPI ഇപ്പം മന്ത്രിസഭ വിടുമോ, മന്ത്രി ഇന്ന് രാജിവെക്കുമോ, ഇവർ തമ്മിലുള്ള ഇതൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇന്നൊരു ന്യൂസ് കേട്ടത്. നമ്മുടെ TP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് അവരെ വിട്ടയക്കാനായിട്ട് സർക്കാർ ഒരു തീരുമാനമെടുത്തു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണ് എന്തായാലും ന്യൂസാണ്, കറക്റ്റായിട്ട് നമ്മൾ അറിയുന്നില്ല. അത് തീരുമാനമെടുത്തു. അപ്പോൾ ഈ കൊടിസുനിക്കാണെങ്കിൽ പാർട്ടിക്കാർ പരമാവധി ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ പരോളിന് കൊണ്ടുപോകുമ്പം അതിൻ്റെ ഇടയ്ക്ക് നിന്ന് 2 സ്മോൾ അടിക്കാനുള്ള സൗകര്യം വരെ ഉണ്ടാക്കി കൊടുക്കുന്ന പോലീസുകാരാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെ വിട്ടയക്കാനായിട്ട്, ഇദ്ദേഹത്തിനെ മാത്രമല്ല 3 കൂട്ടുപ്രതികളുണ്ട്. കൊടിസുനി, മുഹമ്മദ് ഷാഫി, പിന്നെ വേറൊരു ആളൂടെ ഉണ്ട്. അവരെയൊക്കെ വിട്ടയക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവരെത്തുന്ന അറിയാൻ കഴിഞ്ഞത്. ഈ കോടതി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. കോടതി സാധാരണ ഒരു ജീവപര്യന്ത ശിക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 14 വർഷമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഇവരെ നല്ല നടപ്പും ഒക്കെ ആയിട്ട് വളരെ കുറച്ച് ഇത്രയൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ല, വിട്ടേക്ക്. പക്ഷേ കോടതി ഇവരെ ശിക്ഷിച്ചപ്പോൾ പറഞ്ഞു 20 വർഷം ഇവർക്ക് ശിക്ഷ കൊടുക്കണം. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 20 വർഷം. അതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാർ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്. കൊടിസുനി ഉൾപ്പെടെയുള്ള ആൾക്കാരെ വെളിവിടാനായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്. ഏതായാലും ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഏതായാലും അതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവരതിനെതിരായിട്ട് പൊരുതുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതായാലും നാട്ടുകാരെല്ലാം അവരുടെ കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.